പുതിയൊരു ന്യൂ ഇയർ വ്ലോഗായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ സമയം 10:35 2024 തീരാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. 2 മണിക്കൂർ. ഞങ്ങൾ എന്തായാലും ആലു അങ്ങനെ ഫുള്ള് കറങ്ങി നടക്കാന്ന് വിചാരിക്കുന്നുണ്ട്. 2024 ലാസ്റ്റത്തെ അല്ലേ? ലാസ്റ്റ് എന്തോരു പോലെ എന്നിട്ട് പുതിയ 2025 നമ്മൾ നന്നായിട്ട് സ്വീകരിക്കും. തുടക്കത്തിനായി നല്ല തുടക്കത്തിനായി ഞങ്ങൾ ഇതിനെ ലാസ്റ്റ് എന്ന് പറയുന്നത്. അതെ, കുറെ ഓർമ്മകളുണ്ട് 2024 അല്ലേ? വീട് വന്നു, ജോലി, PG കഴിഞ്ഞ് നമുക്ക് എക്സ്പീരിയൻസ് കയറാൻ പറ്റി, ഒരുമിച്ച് നിൽക്കാൻ പറ്റി. ഏറ്റവും നല്ലൊരു ഇതെന്താ എന്താ ഓരോരുത്തരെ ചോദിക്കാം. ഉണ്ടാ പിന്നെ ഏറ്റവും നല്ല മെമ്മറി എന്താ? എന്റെ മെമ്മറി ഞങ്ങളിങ്ങനെ വീടെടുത്ത അത് വിട്, ഒരുമിച്ച് പറഞ്ഞു. വേറെ പറ. എന്റേത് എന്താന്ന് വെച്ചാൽ മെമ്മറീസ് എന്ന് പറയുന്നത് ആലോചിക്കല്ലേ, പറ. ഇത് തന്നെ മറ്റേ ഇതൊരു മെമ്മറി അല്ലേ? അതെ. ഇനി അടുത്ത ക്യാമറ മാറ്റി. കൃഷ്ണ, എനിക്ക് മെമ്മറി ആയിട്ട് ഇങ്ങനെ ഓർത്തു വെക്കല്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ 2024 ഞാൻ ഡാൻസ് അത് കോമൺ ഫാക്ടർ. ഓരോരുത്തർ പേഴ്സണൽ പറ. എനിക്കങ്ങനെ എടുത്തു പറയാൻ പഠിച്ചില്ല കൈസ്. അത് പറയട്ടെ മച്ചാനെ, ചേച്ചി പറ. എന്താ ചേച്ചിന്റെ ഏറ്റവും സന്തോഷമായിട്ടുള്ള കാര്യല്ലേ? PG കഴിഞ്ഞ സ്പോട്ടിൽ നമ്മൾ ആലുവയിൽ വീടെടുത്ത് നിൽക്കുന്നുണ്ടെങ്കിലും പോലും ഞാൻ വരുന്ന ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും ഹാപ്പി ആയത് PGക്ക് നിന്ന പോലെ തന്നെ എനിക്ക് ഒരുമിച്ച് ഇപ്പോഴും നിൽക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമാണ്. 2025 അങ്ങനെ ആവും വിചാരിക്കുന്നു. നമുക്ക് അത്ര വലിയ ഞങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ സാധിച്ചു വന്നിട്ടേ ഉള്ളൂ. അത് ഭയങ്കര ഞങ്ങള് എപ്പോഴും ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും, നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസ് തുടങ്ങണം. ഞങ്ങളിൽ തിട്ട് അങ്ങനെ പേഴ്സണൽ ആയിട്ടല്ല ഞങ്ങളുടെ. പിന്നെ നമുക്ക് വീട് കിട്ടാണ്ടായി. പക്ഷെ അതൊക്കെ എല്ലാം ഇങ്ങനെ തടസ്സം വന്നതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയായി, സന്തോഷമായി. 2024 പോലെ തന്നെ 25 ആവണം. എന്റെ ഒരു നല്ലതെന്ന് പറയുന്നത്, ഞാൻ PGക്ക് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 2024 ഇവരുടെ കൂടെ ഒരുമിച്ച് ഒരു വീടെടുത്ത് അടിച്ചു പൊളിച്ച് നിൽക്കാൻ പറ്റിയത് നല്ലൊരു മെമ്മറി. എനിക്ക് ശരിക്കും നീ ഇപ്പോഴല്ലേ നോക്കിയായി. ഞാനിങ്ങനെ അല്ലായിരുന്നു, മിണ്ടല് മാത്രമല്ല, അത് മച്ചാനിട്ട് കൊടുക്കും. നന്നായി മാറിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെയല്ല മച്ചാനെ, എല്ലാം സ്കൂള് തന്നെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് നമുക്കിങ്ങനെ. അല്ലേ? അതെ. സ്കൂളിലത്തെ കുട്ടികളൊക്കെ ഭയങ്കര നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. നമ്മുടെ സ്കൂളിലത്തെ പിള്ളേരെ എന്തായാലും മിസ് ചെയ്യും അടുത്ത വർഷം. ഭയങ്കര സന്തോഷം. പഠിത്തം കഴിഞ്ഞു ഒരു ജോബ്, ആ ഒരു ഫീൽഡിലേക്ക്. അതാണ് പഠിത്തം കഴിഞ്ഞ ഉടനെ ജോലി കിട്ടാന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. സ്പോട്ടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ജോലിയായി. കൊറേ സങ്കടപ്പെട്ടു ഞങ്ങള്, കൊറേ കരച്ചിന്റെ പക്കത്ത്. പിന്നെ കൊറേ കുത്തുവാക്കുകള് അതൊന്നൊക്കെ തരണം ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ പിന്നെ ചാനലും ഇതെല്ലാം കൂടി ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അതിന് ഒരു നെല്ലെത്തണം. 2025 അതൊന്ന് സെറ്റ് ആക്കി എടുക്കണം. കളറാക്കാം ഞങ്ങള്. കാരണം ഒരുപാട് പേര് ഞങ്ങളെ കളിയാക്കിയിട്ടുണ്ട്, ഒന്നും നടക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതുവരെ കൊണ്ടുപോകും, എത്ര വരെ പോകും. ശരിയാണ്, ഞങ്ങളെ കൊണ്ട് കൂടുതൽ അങ്ങ് കൊണ്ടുപോകാൻ പറ്റൂല, അതെല്ലാവർക്കും അറിയുന്നതാ. പക്ഷെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന അത്രത്തോളം നിങ്ങൾ കൊണ്ടുവരിക്കും. അവൻ ഡയലോഗൊക്കെ അടിച്ചു അടുത്ത ദിവസം എന്റെ തല. അപ്പൊ ഓക്കെ ഗായ്സ്, അടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാ ഓരോരുത്തരും ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താന്ന് പറയണം. ഓക്കെ, അപ്പൊ കുറച്ച് നേരം കൊണ്ട് ന്യൂ ഇയർ ആണ്. അപ്പൊ ഈ പറയുന്ന റെസൊല്യൂഷൻ ഒക്കെ എന്ത്, ഞാൻ നിന്റെ അടുത്ത് തുടങ്ങുന്നത്. ഓക്കെ, ന്യൂ ഇയർ റെസൊല്യൂഷൻ ഇതിനി 12 മണിക്ക് ശേഷം എല്ലാരും പാലിക്കണം, കേട്ടില്ലേ? ഓക്കെ, ഞാൻ തുടങ്ങാം. ഞാൻ ഭയങ്കര മധുരം ഭയങ്കര കൂടുതലാ. ഞാൻ വല്ലാണ്ട് ഇങ്ങനെ ജിലേബി ഒന്നും കഴിക്കൂല കേട്ടോ. പക്ഷെ ചായയിൽ പഞ്ചസാരൊക്കെ ഭയങ്കര കൂടുതലായിട്ട്. അത് കൂടുതലും വലിയ കൂടുതൽ എപ്പോഴെങ്കിലും ഒക്കെ ചായ കുടിക്കാറുള്ളൂ. ഞാൻ എപ്പോഴും ചായ കുടിക്കാറ്. കടയിൽ കയറുമ്പോ ഒക്കെ ചായ കുടിക്കാറുണ്ട്, വീട്ടിൽ നിന്നും ചായ കുടിക്കാറുണ്ട്, എപ്പോഴും കുടിക്കാറില്ല. എപ്പോഴും എനിക്ക് ചായ വേണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ രാവിലെ ചായ കയറുമ്പോ അവളും കുടിക്കുന്നു അത്ര. അല്ലാണ്ട് എനിക്ക് എന്നോട് രാവിലെ ചായ വേണം, വൈകുന്നേരം ചായ വേണം, അങ്ങനെ കിട്ടിയാ കുടിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ 5 ചായ കുടിക്കും. അപ്പൊ ഞാന് അതാണ് അവളെ ന്യൂ ഇയർ റെസൊല്യൂഷൻ.
മധുരം കുറയ്ക്കുന്ന കൃഷ്ണേന്ദു. ന്യൂ ഇയർ റെസൊല്യൂഷൻ. എനിക്ക് അങ്ങനെ പറയാൻ എന്താ പറയാ, ഞാൻ അങ്ങനെ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. പക്ഷെ ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ് കഴിക്കില്ല എന്നൊന്നും. പക്ഷെ ഇനി ഞാൻ അങ്ങനത്തെ ഒന്നും അല്ലാട്ട നടന്നു. ഒരു വർഷം ഞാൻ ചോക്ലേറ്റ് കഴിക്കാണ്ടിരുന്നു. അത് വിട്, അത് നമ്മള് നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും നമുക്ക് അറിയില്ല. എടുത്തിട്ട് പിന്നെ അത് പാലിക്കണമല്ലോ. ചെയ്യണമെന്ന കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ എല്ലാം വർണ്ണെടുത്ത് വെച്ച് ഡീൽ ചെയ്യാന്നുള്ള രീതിക്കാണ് ഞാൻ പോകുന്നത്. എന്തായാലും ഈ വർഷങ്ങളിൽ നന്നാവുണ്ടോ? ഞാനും ആ ഒരു രീതിക്കാണ്. കാരണം എന്താന്ന് വെച്ചാല് നമ്മളൊന്നും മുന്നോട്ടൊന്നും അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പാടില്ല. എന്താണോ വരുന്നത് അതുപോലെ തന്നെ ഹാപ്പി 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 ബി ഹാപ്പി. അല്ലൂർസിന്റെ പടല്ലേ അത്? മച്ചാൻ്റെത് കേക്കാട്ടോ. അതെ, എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്ത. കാണുന്നുണ്ടോ? കുറച്ചും കൂടെ മതി. ആ മതി മതി. അയ്യോ കേരളം വേണ്ട മച്ചാനെ. കാണുന്നുണ്ടോ? നീ അവിടെ ഇരിക്കി. ആ പറഞ്ഞു മച്ചാൻ പറഞ്ഞേ. ഞാൻ 2025 തൊട്ട് ചെക്കന്മാരെ ഞാൻ അടുത്ത വർഷം തൊട്ട് 2025 തൊട്ട് നന്നാവും ഗൈസ്. എങ്ങനെ? എല്ലാരും പറയും എന്ത് പാവായി മച്ചാൻ. അല്ല മച്ചാൻ ഞാൻ അങ്ങനെ വിചാരിക്കും. എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ്. അത് കേക്കണ്ട ഞാൻ പറയണത്. പറഞ്ഞോ. ഗൈസ് ഞാൻ കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ ഞാൻ വിചാരിക്കുന്നു അത് കുറച്ച് കുറയ്ക്കണം എന്നുള്ളത്. പിന്നെ ഞാൻ എടുക്കണ തീരുമാനം, ഞാൻ മറ്റുള്ളൊരു കാര്യത്തിൽ ഇടപെടാനേയും പോണില്ല. നടക്കില്ല 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 കാലില്ല അത് നടക്കാൻ സംഭവം അല്ല ഗൈസ്, ഞാനില്ലേ എനിക്ക് ഇങ്ങനെ ഇച്ചിരി സഹായ മനസ്കത ഇച്ചിരി കൂടുതലാണ്. പക്ഷെ അതൊക്കെ എനിക്ക് പണിയായിട്ട് വരല് മാത്രമേ പറ്റുള്ളൂ. സഹായിച്ച് എന്റെ ഷഡ്ജം വരെ കീറി തുടങ്ങി. അപ്പൊ ഞാൻ അത് കുറച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. കുറച്ച് ബ്യൂട്ടി പിന്നെ അല്ല കുറച്ചുകൂടി കൂട്ടണമെന്ന്. കുറച്ച് എനിക്ക് എന്റെ കാര്യങ്ങളിൽ കുറച്ചെനിക്കൊന്ന് ശ്രദ്ധിക്കണം. എന്റെ എന്റെ ഫേസ് ഇപ്പൊ തന്നെ 2 ഷെൽഫ് നിറഞ്ഞ കാരണം ഫിംഗേഴ്സ്, എന്റെ ഫീറ്റ് അപ്പൊ ഞാൻ പറഞ്ഞത് മച്ചാന് വേറെ സംഭവം. മച്ചാന് ഈ 2024 2 പിടി കിട്ടിയിട്ടുണ്ട്. ഒന്ന് ട്രെയിനിനും ഒന്ന് ബസ്സിനും. മച്ചാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എനിക്ക് എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് 2024 മിനിഞ്ഞാന്നുണ്ടായത്. മിനിഞ്ഞാന്ന് രാത്രി കൃത്യം 11 ആ സംതിങ്ങിന് ഞാൻ ബസ്സിൽ പോയിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കണ ഒരാള് ഗൈസ്. അപ്പൊ ഇയാൾ എന്ത് ചെയ്തെന്നറിയോ? ചേച്ചി പിടിച്ചേച്ചി. ഇയാൾ എന്ത് ചെയ്തറിയോ? എന്നെ ഇങ്ങനെ കൈമലിക്ക് ഇങ്ങനെ മാന്താട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കുറച്ചേരം അപ്പൊ ഞാൻ ശരി തരാം. അപ്പൊ ഞാൻ വിചാരിച്ചു അയാൾക്ക് കൈ തട്ടണതായിരിക്കും വിചാരിച്ചു. ഞാൻ നോർമലി ക്യാഷ് അപ്പൊ ഇങ്ങനെ അപ്പൊ ഈ കൈ ഇങ്ങനെ. അപ്പൊ ഞാൻ ഈ പുതപ്പൊക്കെ മൂടിയിട്ടൊക്കെ കിടക്കണം. ഞാൻ വയനാട്ടിൽ നിന്ന് വരുമായിരുന്നു. ഞാൻ എന്താക്കി ഇങ്ങനെ പുതപ്പുമായിട്ട് നോക്കിയപ്പോ ഇയാളെ കൈ ഇവിടെ ഉണ്ട്. പക്ഷെ ബസ്സാണെങ്കിൽ ഇങ്ങനെ ആവണതാണോന്ന് എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ ഞാനത് വിട്ടു. കുറച്ച് വേണ്ട കാര്യം ഇവിടെ തോണ്ടിയിരുന്ന കൈ ഇങ്ങനെയൊക്കെ തോണ്ടിട്ട് ഇതിനിടയിൽ കൂടെ തോണ്ടാൻ വരുന്നുണ്ട്. എനിക്കൊരു ദേഷ്യം. ഞാൻ പറഞ്ഞു നീക്കടാന്നൊക്കെ പറയാൻ നീപ്പിച്ച് ചെപ്പ കുറ്റിക്ക് ഇങ്ങനെ കൊടുത്തത് അവന്റെ കണ്ണട ഇങ്ങനെ പോയി. അപ്പൊ എന്നെ ഇങ്ങനെ നോക്കുക. അപ്പൊ ഞാൻ ചെയ്തു ഇങ്ങനെ 2 കുത്ത് കൊടുത്തു കയ്യുമ്പോ. എന്നെ നോക്കി എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. എനിക്ക് വല്ലാണ്ട് എനിക്ക് ബീപ്പ് കയറി. ഞാൻ ചെയ്തു, ഞാൻ ഇറങ്ങി പോടോ ബസ്സിന്ന് പറഞ്ഞ അയാളെ ബാഗ് എടുത്തിട്ട് അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തു. ഇറക്കി വിട്ട് ബസ്സിന്ന്. ഞാൻ കണ്ടിട്ടുള്ളൂ പറഞ്ഞു എന്നെ ഇറങ്ങി വിട്ടില്ല. ഞാൻ നിന്നെ ഇറക്കി വിട്ടു. അയാളെ ഇറക്കി വിട്ടു.
വിട്ടില്ലെങ്കിൽ ഇവിടെ ഇറങ്ങി പോകും. എന്നോട് പറഞ്ഞു പോയി ചേട്ടാ അയാൾ ഇറക്കി വിട്ടില്ല ഞാൻ ഈ ബസ്സിൽ ഇറങ്ങി പോകും. ചേട്ടൻ സ്ഥലം തന്നപ്പോ നീ കേറി പിടിക്കാൻ നിന്നല്ലേ? വാങ്ങിക്കോടാന്ന് പറഞ്ഞു കണ്ടക്ടർ. അതെ എനിക്ക് എന്റെ ദേഷ്യം തീരുന്ന വരെ കൊടുത്തു. കാരണം എന്ത് ആണുങ്ങൾ ഇങ്ങനെ അതെ കൊറേ എല്ലാ പിള്ളേരും അങ്ങനെയല്ല കേട്ടോ മച്ചാൻ, എല്ലാ പിള്ളേരും അങ്ങനെ. പക്ഷെ ചില ആളുകൾക്ക് ബസ് കയറുമ്പോ ക്രിമിനൽ അതുണ്ട് അതുണ്ട്. ഈ കുഞ്ഞു കുട്ടികളെ അബ്യൂസ് ചെയ്യുന്ന ആൾക്കാര് ഡോണ്ട് ഡു ദിസ് ഗൈസ്. 2025 നിങ്ങൾ നന്നാവണം. ആണുങ്ങൾ മാത്രല്ല കേട്ടോ പെണ്ണുങ്ങള്. എന്തിനാ നമ്മള് ഞാൻ അയാളോട് പറഞ്ഞു ചേട്ടന് റോട്ടിൽ എന്തോരം പെണ്ണുങ്ങൾ നിൽക്കുന്നുണ്ട് അതിന് വേണ്ടിട്ട് അവരുടെ അടുത്ത് പോയി പിടിച്ചൂടെ? ഈ ബസ് കിടന്ന് തുറക്കണ വെണ്ണ വേണോ പിടിക്കാൻ? പോട്ടെ മച്ചാനൊക്കെ സാറില്ല. ചെറിയ ചെക്കലാണെങ്കിൽ വെറുതെ വിട്ടാലേ ഇതൊരു പട്ടിക്കള. അതെ അതെ. അപ്പൊ ഗായ്സ് ഞങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ നിങ്ങൾ കേട്ടില്ലേ? ഇനി നമുക്ക് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാം. ഞങ്ങളില്ലേ വീട്ടിൽ വെക്കാന്നാ വിചാരിച്ചത്. പിന്നെ അതൊക്കെ പറഞ്ഞു വന്നപ്പോ തന്നെ ഒരു സമയമായി. നമ്മളെ കാണുന്നില്ല അല്ലേ? എന്ത് കുഴപ്പമില്ല. സോറി. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാലേ വാങ്ങി ഉണ്ടാക്കി വരുമ്പോഴേക്കും ഒരുപാട് നേരം. അപ്പൊ ഞങ്ങൾ പുറത്തിറങ്ങി ന്യൂ ഇയർ ആയിട്ട് നമ്മൾ പുറത്തിറങ്ങണ്ടേ? ഞങ്ങളിപ്പോ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ ഞങ്ങൾ പോണത് പുട്ടുകട. അപ്പൊ ഗൈസ് നമുക്ക് പോയിട്ട് വരാം. മെട്രോ ഞങ്ങൾ പറഞ്ഞ പുട്ടുകട കേട്ടോ. ആവീസ് ഇത് നമ്മുടെ ഇത് മെട്രോന്ന് ഇത് എങ്ങോട്ട് പോണ വഴിയാ? ഇത് ആലുവ മെട്രോ എൻഡ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെയാണ് ഹൈവേയില്. ഫുഡിന് വേണ്ടി കപ്പ, മീൻകറി, ബീഫ്, ചെമ്മീൻ റോസ്റ്റ്, ചിക്കൻ കറി, പുട്ട്, ഇതെന്താ അച്ചാറോ? നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമുക്ക് എവിടെയെങ്കിലും പോയിരിക്കാം. പൈസ കൊടുത്തോ? നന്ദുവിന്റെ ചെലവ്. ചേട്ടാ ഹാപ്പി ന്യൂ ഇയർ. ചേട്ടാ ഹാപ്പി ന്യൂ ഇയർ. ചേട്ടൻ പൗഡർ വണ്ടിണ്ടാ നമ്മുടെ കാർ അവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മള് ഫുഡൊക്കെ കഴിച്ചു. നല്ല സെറ്റ് ഫുഡ് ആയിരുന്നില്ല. നടന്നു പോവേറെ ഞങ്ങൾ ഓൾറെഡി ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്. കൊച്ചിൻ ബസ്. ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങളുടെ വീട്ടില് പിന്നെ പള്ളിപ്പെരുന്നാളായോ? ഞങ്ങൾ വീടെത്തി. അപ്പൊ ഗായ്സ് ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതെന്തിനാണെന്നറിയോ? ഒന്നാമത് നാളെ സ്കൂളിൽ പോകേണ്ട കാര്യം ആലോചിച്ചിട്ട് നാളെ ലീവ് തരായിരുന്നു. ശരിക്കും നവംബർ 1 ലീവ് തരണം പോലെ ജനുവരി 1 ലീവ് തരണം. ഞങ്ങക്ക് ഗവൺമെന്റിനോട് അതാണ് പറയാനുള്ളത്. ഈ നവവത്സര സമയത്ത് എനിക്ക് ഗവൺമെന്റിന്റെ റിക്വസ്റ്റ് ആണ്. പുതുവത്സര സമയത്ത് അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നവവത്സരം ഇപ്പൊ എന്താ? അതന്നെ. അപ്പൊ ഗൈസ് അത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങള് ക്രിസ്മസ് ആഘോഷിച്ചോണ്ട് ന്യൂ ഇയർ ഒന്നും അങ്ങനെ ആഘോഷിച്ചൊന്നുമില്ല. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. പുറത്തൊക്കെ പോയി കുറെ ആൾക്കാരുടെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞു. അങ്ങനെ സന്തോഷം. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ്, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. നമുക്ക് വേഗം തന്നെ ഒരു 50K സബ്സ്ക്രൈബേഴ്സ് ആവണം. അപ്പൊ ഗൈസ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. സ്റ്റേ ട്യൂൺ. ബൈ. ഹാപ്പി ന്യൂ ഇയർ.